എന്നാ എന്നത് എന്നാ വേണ്ടേ? ചോറ് തരട്ടെ? ചോറ് തരാം. കട്ട്ലറ്റ് തരട്ടെ? അപ്പോൾ എന്നാൽ പോയി കുളിച്ച് റെഡി ആയിട്ടോ. ചെറുതായിരിക്കുമ്പോൾ ചോറ് കഴിക്കാൻ എനിക്കും ഭയങ്കര മടിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് സ്കൂൾ വിട്ട് വരുമ്പോഴെങ്ങാനും ചോറാണെന്നുണ്ടെങ്കിൽ എന്തൊരു ദേഷ്യമായിരുന്നെന്നറിയാമോ. ഇനി എങ്ങാനും ചോറ് കഴിച്ച് കഴിഞ്ഞാൽ പച്ചക്കറി തീരെ കഴിക്കത്തില്ല. എല്ലാ അമ്മമാരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമായിരിക്കും അല്ലേ ഇത്. ഇപ്പോൾ ഞാനും ഇവന്മാരെ ചോറും പച്ചക്കറിയൊക്കെ കഴിപ്പിക്കാൻ വേണ്ടി ഭയങ്കര കഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ആണിങ്ങനെ ഒരു പുതിയ ടെക്നിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് മെർലിൻ ടീച്ചർ പറഞ്ഞു തന്നെ കേട്ടോ. ചോറിൻ്റെയും പച്ചക്കറിയുടെ ഒക്കെ ഫോം അങ്ങ് മാറ്റി അവരറിയാതെ അങ്ങ് കൊടുക്കുക. ഞാൻ കുറച്ച് ഫ്രോസൺ വെജിറ്റബിൾസ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അതും ചിക്കനും ചോറും കൂടെ നമ്മൾ മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 1.5 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് വേണ്ട നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് അരഞ്ഞു പോകേണ്ട, ഒരു മീഡിയം ലെവലിൽ അരഞ്ഞാൽ മതി. കുറച്ച് തരിതരിയായിട്ട് കിടക്കുന്നത് നല്ലതാണ്. എന്തിനാ നിർബന്ധിച്ച് ചോറ് തന്നെ കൊടുക്കുന്നത്? എന്തെങ്കിലും ഒരു കാപ്സ് കൊടുത്താൽ പോരെ എന്നൊരു ചോദ്യം ഉണ്ടാകാം. എന്നാലും ഒരു നേരമെങ്കിലും പിള്ളേർ വയറ് നിറച്ച് ചോറ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനക്കേടാന്നേ. അത് നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും. അപ്പോൾ വേണ്ട ഇത് നമുക്ക് എല്ലാം നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു ഇച്ചിരി വെള്ളം കൂടി പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു എഗ്ഗ് ഒരു വിസ്കർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എഗ്ഗിന് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടെ നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു പാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് ഒലിവ് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് എണ്ണയായിട്ട് ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. എന്നിട്ട് നമ്മളിത് അരച്ച് വെച്ചേക്കുന്ന ഈ മിക്സ് ഉണ്ടല്ലോ, റൈസിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ, അത് ചെറിയ ചെറിയ ബോളുകളാക്കി എടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയിൽ 2 വശവും മാറി മാറി മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ പാനിൽ വെക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ടുണ്ടല്ലോ ഒരു 2 to 3 മിനിറ്റ്സ് മാക്സിമം. കാരണം വെജിറ്റബിൾസും ചിക്കനും എല്ലാം നന്നായിട്ട് വെന്തേക്കുന്നതാണ്. അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് മൊരിച്ചെടുത്താൽ മാത്രം മതി. 2 വശവും മാറി മാറി. വേണമെങ്കിൽ ഇടയ്ക്ക് ഒലിവ് ഓയിൽ ഒന്നും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ എഗ്ഗ് ബീറ്റ് ചെയ്ത് എഗ്ഗിൽ മുക്കി എടുത്തേക്കുന്നത് കൊണ്ട് നല്ലൊരു ക്രഞ്ചി ആയിട്ടൊരു കട്ട്ലറ്റിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ചോറ് കഴിക്കാൻ മടിയുള്ള നമ്മുടെ കുട്ടീസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പറ്റിയൊരു വിഭവമാണ് കേട്ടോ ഇത്. ഇതിന് നമുക്കൊരു കെച്ചപ്പോ അല്ലെങ്കിൽ ബാർബിക്യൂ സോസോ ഒക്കെ സൈഡായിട്ട് കൊടുക്കാം. സൂപ്പർ കട്ട്ലറ്റ് ആണല്ലോ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാപ്പിക്കുട്ടൻ കഴിക്കുന്നത് കണ്ടോ. അപ്പം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞു കുട്ടീസിനൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.